ഉദയകാല വചന സന്ദേശം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഇതിൽ കർത്താവിനോട് പത്രോസ് ചോദിച്ചു, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ എന്ന് യേശു അവരോട് അരുളി ചെയ്തു. 70 പ്രാവശ്യം. അതിന് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു യജമാനൻ തൻ്റെ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന സേവകനോട് അയാൾ വീണ് കേണപേക്ഷിച്ചതുകൊണ്ട് ക്ഷമിച്ച് കടങ്ങൾ ഇളച്ചു കൊടുത്തു. എന്നാൽ ആ സേവകൻ തൻ്റെ സഹസേവകനോട് കരുണ കാണിച്ചില്ല. ഇതിൽ കുപിതനായ യജമാനൻ തൻ്റെ സേവകനോട് ചോദിച്ചു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും അവനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ എന്ന്. യേശു പറയുന്നു, നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, നമ്മൾ ഈ നോമ്പ് കാലത്ത് പലതരം നന്മ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. നോയമ്പ്, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിങ്ങനെ. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളോട് കരുണ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഇതിൽ നാം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. ആയതിനാൽ ഈ നോമ്പ് കാലത്തിലും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലും കരുണ എന്ന പുണ്യവും ക്ഷമ എന്ന ദൈവിക വരവും നമ്മളിൽ ഉണ്ടാകുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.